ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹമാസിന് ഫാൻസ് ഏറുകയാണ്. ലോകം മുഴുവനും അവരെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് അകറ്റി നിർത്തുമ്പോഴും വലിയ ഒരു വിഭാഗം ആളുകൾ അങ്ങനെയാണ്. കലിപ്പന്മാരെ ഇഷ്ടമാണല്ലോ കാന്താരികൾക്ക്. കോളേജ് ക്യാമ്പസുകളിലാണെങ്കിലും ശരി, 4 കൊടുക്കുകയും മറ്റുള്ളവരെ ഭയപ്പെടുത്തി നിൽക്കുകയും ചെയ്യുന്ന ആ നായകനോടായിരിക്കുമല്ലോ നായികയ്ക്ക് പ്രണയം കൂടുതലും പ്രിയം കൂടുതലും. അങ്ങനെ നാടെങ്ങും ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വേരോട്ടമുള്ള രൂപത്തിൽ വളർന്ന് പടർന്ന് പന്തലിക്കുമ്പോൾ ഹമാസിന് പിന്നീട് കുട്ടികളുടെ തലയെടുക്കാനും വലിയവരെ ബലാത്കാരം ചെയ്യാനും എന്ത് രൂപത്തിലുള്ള പ്രയാസവും പ്രതിസന്ധിയുമായിരിക്കും ഉണ്ടാവുക. അതിനവരെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപത്തിലും വിമുഖത കാണിക്കേണ്ട കാര്യവുമില്ല. ഗാസയിലെ ഹമാസ് മന്ത്രിയുടെ മകനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചാനൽ 4 നിർമ്മിച്ച ഡോക്യുമെന്ററിക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചപ്പോൾ വെട്ടിലായത് BBC തന്നെയാണ്. ഇതേ കുട്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച BBCയുടെ ഡോക്യുമെന്ററിക്കെതിരെ നേരത്തെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. കഴിഞ്ഞ വർഷം ചാനൽ 4 നിർമ്മിച്ച ഇൻസൈസ് ഗാസ ഇസ്രയേൽ ഹമാസ അറ്റ് വാർ, ഈ ഡോക്യുമെന്ററിക്കാണ് നിരവധി ബഹുമതികൾ ലഭിച്ചത്. ബഹ്ത്ത പുരസ്കാരവും മികച്ച യുദ്ധ റിപ്പോർട്ടിങ്ങിനുള്ള എമ്മി അന്തർദേശീയ പുരസ്കാരവും ഈ ഡോക്യുമെന്ററി കരസ്ഥമാക്കിയിരുന്നു. ഈ ഡോക്യുമെന്ററിയിലെ ഗാസയിലെ ഹമാസ് നേതാവും ഹമാസ് നേതാവും മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ ഐമാൻ അൽ അസൗരി, അദ്ദേഹത്തിന്റെ മകനായ 13 വയസ്സുകാരനാണ് ഗാസയിലെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് വിവരണം നൽകുന്നത്. എന്നാൽ പിന്നീട് BBC സംപ്രേഷണം ചെയ്ത ഡോക്യുമെന്ററിയായ ഗാസ ഹൗ ടു സർവൈവ് എ വാർ സോണിലും അബ്ദുള്ള അൽ യസൗരി എന്ന ഇതേ കുട്ടി തന്നെയാണ് വിവരണം നൽകുന്നത്. ഹമാസ് നേതാവിന്റെ മകനെയാണ് ഡോക്യുമെന്ററിയിൽ പങ്കെടുപ്പിച്ചത് എന്ന് വ്യക്തമായതോടെ BBC പരിപാടി പിൻവലിക്കുകയായിരുന്നു. ചാനൽ 4ന്റെ പരിപാടിയിൽ ഈ കുട്ടി മിഠായി വിൽപ്പനക്കാരനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പരിപാടി സംപ്രേഷണം ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ് അബ്ദുള്ള ഹമാസ് നേതാവിന്റെ മകനാണ് എന്ന വിവരം ചാനൽ തന്നെ മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് നിർത്തിവെച്ചിരുന്നു. 2023 നവംബർ മുതൽ 2024 ഏപ്രിൽ വരെ കുട്ടിയുടെ പിതാവ് ഹമാസ് നേതാവാണ് എന്ന കാര്യവും ചാനൽ പ്രവർത്തകർക്ക് അറിവുണ്ടായിരുന്നില്ലത്രേ. ഡോക്യുമെന്ററിയിൽ കുട്ടിയുടെ അച്ഛനെ അമ്മാവൻ എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. അന്വേഷണാത്മക പത്രപ്രവർത്തകനായ ഡേവിഡ് കോളിയർ ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. 2 ഡോക്യുമെന്ററികളിലും അബ്ദുള്ള എന്ന 13-കാരനെ അഭിനയ മികവെടുത്ത് കാട്ടേണ്ടത് തന്നെയാണ് എന്ന് ഡേവിഡ് കോളിയർ കളിയാക്കി പറയുന്നുണ്ട്. കോൾമേയർ പറയുന്നത്, അബ്ദുള്ള ശരിക്കും ആരാണ് എന്ന് അറിയാമായിരുന്ന ചാനൽ 4 അധികൃതർ ഇക്കാര്യം മറച്ചു വെക്കുകയായിരുന്നു എന്നാണ്. അബ്ദുള്ളയുടെ ശരിയായ പേരും ചാനൽ മറച്ചു വെച്ചിരുന്നു. എന്നാൽ ചാനലിന് ഡോക്യുമെന്ററിയുടെ പേരിൽ നൽകിയ അവാർഡുകൾ പിൻവലിക്കില്ല എന്നാണ് സംഘാടകർ പറയുന്നത്. ഗാസയെക്കുറിച്ച് BBC സംപ്രേഷണം ചെയ്ത ഡോക്യുമെന്ററി ചാനലിലെ ഉന്നതർ കണ്ടതിന് ശേഷമാണ് സംപ്രേഷണ അനുമതി നൽകിയത്. പുറത്തുനിന്ന് നിർമ്മിച്ച ഈ ഡോക്യുമെന്ററിയുടെ ടെലികാസ്റ്റിംഗ് ഫീ നൽകിയത് തീവ്രവാദ സംഘടനയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഹമാസ് മന്ത്രിയുടെ മകനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചാനൽ 4 നിർമ്മിച്ച ഡോക്യുമെന്ററിക്ക് നിരവധി പുരസ്കാരങ്ങൾ. ഇതേ കുട്ടിയെ ഉൾപ്പെടുത്തി BBC ഡോക്യുമെന്ററി പിൻവലിച്ചതും വിവാദത്തെ തുടർന്നും തെളിഞ്ഞത് ഹമാസിന്റെ പ്രൊപ്പഗണ്ടയാണ് എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തോടുകൂടി ഹമാസിന്റെ ഭീകരവാദികളായ നേതാക്കൾക്ക് ലോകമൊട്ടുക്കും ഫാൻസായി. അവരുടെ തല ഇസ്രായേൽ എടുത്തത് ലോകത്തിന് സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങുന്നതിന് വേണ്ടിയാണ്. ആ സമയത്ത് ഇതാ ഹമാസ് ഭീകരന്മാരുടെ അടുത്ത തലമുറയും ഉയർന്നു വരികയാണ് മറ്റുള്ളവരുടെ സമാധാനം തകർക്കാൻ. ഈ സാഹചര്യത്തിൽ ഗാസയിൽ നമുക്കറിയാം നോമ്പുകാരാണ്. നോമ്പുകാലത്തൊന്നും അവർക്ക് മനസ്സമാധാനത്തോടുകൂടി ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിമർശകർ പറയുമ്പോഴും ഇവര് പോയി ചൊറിഞ്ഞിട്ടാണ് തിരിച്ചു മാന്തു വാങ്ങുന്നത് എന്ന യാഥാർത്ഥ്യം അവർ വിസ്മരിക്കുകയാണ്. ഗാസ മുനമ്പിലേക്കുള്ള എല്ലാ തരത്തിലുള്ള സഹായ വിതരണങ്ങളും പൂർണ്ണമായും നിർത്താൻ ഇസ്രായേൽ തീരുമാനിച്ചു. യുദ്ധം നിർത്തി, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, കരാറുകളിൽ ഒപ്പുവെച്ചു. മധ്യസ്ഥ രാജ്യങ്ങളാണ് ഇടപെട്ടത്. എന്നാലും ഒന്ന് അടങ്ങിയും ഒതുങ്ങിയും മുന്നോട്ട് പോകണ്ടേ? വീണ്ടും ഇസ്രായേലിനെ കയറി ചൊറിയാൻ നിന്നാൽ ഇസ്രായേൽ അത് ഇനിയും കണ്ടു നിൽക്കുവോ?
അമേരിക്കയുടെ വെടിനിർത്തൽ നീട്ടൽ നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഹമാസിന് കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം സഹായ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചോ അതോ ഒരു പരിധിവരെ തുടരുമോ എന്ന് ഇസ്രായേൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. മാനുഷിക സഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെട്ട ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ശനിയാഴ്ച അവസാനിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം. റമലാനിലും ജൂതന്മാരുടെ പെസഹ ആഘോഷത്തിലും താൽക്കാലിക വെടിനിർത്തൽ നീട്ടുന്നതിനെ ഇസ്രായേൽ പിന്തുണച്ചിട്ടുണ്ട്. അമേരിക്ക അവതരിപ്പിച്ച നിർദ്ദേശപ്രകാരം ഹമാസ് ആദ്യ ദിവസം തന്നെ പകുതി ബന്ദികളെ മോചിപ്പിക്കേണ്ടി വരും. അതേസമയം സ്ഥിരമായ വെടിനിർത്തൽ സംബന്ധിച്ച കരാറിന് ശേഷം ശേഷിക്കുന്ന ബന്ദികളെയും മോചിപ്പിക്കും. റമലാൻ പെസഹ അവധി ദിവസങ്ങളിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്യോഗസ്ഥൻ സ്റ്റീവ് വിറ്റ്കോഫിന്റെ നിർദ്ദേശം ഇസ്രായേലും അംഗീകരിച്ചു. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൂടാതെ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവും ലഭിച്ചിട്ടുമില്ല. ഈ നിർദ്ദേശത്തെക്കുറിച്ച് അമേരിക്കയിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ ഖത്തറിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷമായി ഈ 3 രാജ്യങ്ങളും ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സർക്കാരിന്റെ അഭിപ്രായത്തിൽ ഹമാസ് വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഗാസയിൽ കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ബന്ദികളെ മോചിപ്പിക്കണം എന്ന നിബന്ധന ഹമാസ് പൂർണ്ണമായും പാലിച്ചാൽ മാത്രമേ ഈ വെടിനിർത്തൽ സാധ്യമാകൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഗാസ മുനമ്പിലെ സ്ഥിതി ഇതിനോടകം തന്നെ ഗുരുതരമാണ്. ഇസ്രായേൽ ഭക്ഷണത്തിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വിതരണം നിരോധിച്ചതുകൊണ്ട് ഗാസയിലെ പ്രതിസന്ധി ഇപ്പോൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഹമാസ് ഈ നിർദ്ദേശത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നും മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ എന്ത് തന്ത്രമാണ് സ്വീകരിക്കുന്നതെന്നും ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു രൂപത്തിലും എവിടെയും അടങ്ങാനും ഒതുങ്ങാനും തയ്യാറല്ലാത്ത ഈ ഹമാസ് ഭീകരർ എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് നൽകുന്നത് എന്നതും ഒരു ചിന്താ വിഷയമാണ്. ഇപ്പോൾ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലും ഹമാസ് ഭീകരരുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പുവരുത്തുകയാണ്. കാശ്മീർ സോളിഡാരിറ്റി ദിനത്തിൽ ഹമാസ് ഭീകരർ പങ്കെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഹമാസിനെ ഭാരതത്തിൽ നിരോധിക്കണം എന്ന ആവശ്യവുമായി ഇസ്രായേൽ രംഗത്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടിക്ക് കേന്ദ്രം ഒരുങ്ങുന്നതായിട്ടാണ് സൂചന. പാക് ഭീകര സംഘടനകൾ ചേർന്നിട്ടാണ് പാക് അധിനിവേശ കാശ്മീരിൽ ഐക്യദാർഢ്യ ദിനം നടത്തുന്നത്. കഴിഞ്ഞ മാസം നടന്ന പരിപാടിയിൽ ഹമാസ് തലവന്മാരുടെ സാന്നിധ്യം രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും ഇസ്രായേൽ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇസ്ലാമിക ഭീകര സംഘടനയെ നിരോധിക്കണം എന്ന് ഇസ്രായേൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1987 ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസ് രൂപീകരിക്കപ്പെട്ടത്. അതിന് പിന്നാലെ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രവർത്തനം. US, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും ഇന്ത്യ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാലക്കാട് തൃത്താലയിലെ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ എഴുന്നള്ളത്തിന് പ്രകടിപ്പിച്ചതുപോലെയുള്ള ഭീകര സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിലും ഇല്ലാതിരിക്കണമെങ്കിൽ ഭീകര സംഘടനയായി ഇന്ത്യയും ഹമാസിനെ പ്രഖ്യാപിക്കുകയല്ലാതെ തരമില്ല. വാളെടുക്കുന്നവൻ വാളാൽ വരൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്ത് തന്നെ തീർക്കും. നമ്മൾ വിദ്വേഷമാണ് വിതയ്ക്കുന്നതെങ്കിൽ വിദ്വേഷം തന്നെ തിരിച്ചും കിട്ടും. ഹിസ്ബുള്ള ആയുധക്കടത്ത് സംഘത്തിലെ നേതാവിനെ കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഹിസ്ബുള്ളയുടെ സമാധാന കരാറിൽ ഒപ്പിട്ടതിനു ശേഷം ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ IDF നടത്തിയ റെയ്ഡിലാണ് നേതാവായ മുഹമ്മദ് മഹ്ദി അലി ഷഹീൻ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയ്ക്കു വേണ്ടി ആയുധങ്ങൾ കടത്തുന്നതിന് നേതൃത്വം നൽകുന്നവരിൽ ഏറ്റവും പ്രധാനിയാണ് ഇയാൾ. സിറിയയിൽ നിന്ന് ലെബനിലേക്ക് ഈയിടെ ആയുധങ്ങൾ കടത്തിയ സംഭവത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ആയുധം കടത്തിയത്. ആ നീക്കം ഇരു കക്ഷികളും തമ്മിലുള്ള കരാറിനെ അട്ടിമറിക്കുന്നതാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് കഴിഞ്ഞ നവംബറിലാണ്. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെ അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു. ലക്ഷ്യം പൂർത്തീകരിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. അതുകൊണ്ട് മാത്രമാണ് കരാറിന് സമ്മതിച്ചത് എന്നും നെതന്യാഹു അറിയിക്കും.